പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ സംഘപരിവാരം കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ കൂടി ചീറ്റിപ്പോയ വിവരം നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സംഗതി വളരെ സിമ്പിളായിരുന്നു കേട്ടോ. ഇന്ത്യൻ റെയിൽവേയിലെ 50ഓളം തൊഴിലാളി യൂണിയൻ പ്രതിനിധികളെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി കണ്ടു. ഈ ലോക്കോ പൈലറ്റുകൾ, റണ്ണിങ് സ്റ്റാഫ്, അവരുടെ പ്രതിനിധികളാണ്. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ തീവണ്ടി ഡ്രൈവർമാർ. വിവിധ സോണുകളിൽ നിന്നുള്ള, ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളി പ്രതിനിധികളാണ് ഡൽഹിയിൽ അദ്ദേഹത്തെ കാണാനെത്തിയത്. അവർക്ക് ധാരാളം പരാതികൾ പ്രതിപക്ഷ നേതാവിനോട് പറയാനുണ്ടായിരുന്നു. പ്രധാനമായിട്ടുള്ളത് സ്റ്റാഫ് കുറവാണെന്നുള്ളതാണ്. ഡ്രൈവർമാർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോക്കോ റണ്ണിങ് സ്റ്റാഫ് അതൊക്കെ ആവശ്യത്തിനില്ല. അതുകൊണ്ട് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അമിത ജോലിഭാരമുണ്ടാകുന്നു. കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നു. വിശ്രമിക്കാനുള്ള അവസരം പോലും ലഭിക്കുന്നില്ല. കുടുംബജീവിതം താറുമാറാകുന്നു. ഇതൊക്കെയാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടു. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനുശേഷം അവരോട് തന്നാലാവുന്ന വിധത്തിൽ അവരുടെ കാര്യത്തിൽ ഇടപെടാം, സഹായിക്കാം എന്ന് ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, അവൻ്റെ എക്സ് അക്കൗണ്ടിൽ, പഴയ ട്വിറ്റർ, അതിലൊക്കെ പോസ്റ്റ് ചെയ്തു. ഇത് നാട്ടുകാരറിഞ്ഞു. അതിലദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു, അതായത് തന്നെ വന്ന് കണ്ട തൊഴിലാളികളുടെ അല്ലെങ്കിൽ അവർ പ്രതിനിധീകരിക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കി. അവ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ തന്നാലാവുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനാവുന്നത്, ഇന്ത്യ മുന്നണിക്കാവുന്നത് ചെയ്യും, പാർലമെൻറ്റിൽ അക്കാര്യം ഉന്നയിക്കും എന്ന് അദ്ദേഹം ഈ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവിനെ തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾക്ക് കാണണം എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കുക വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് കണ്ടപ്പോഴേക്കും BJPയുടെ സംഘപരിവാരത്തിൻ്റെ കുരു പൊട്ടി. ആദ്യം രംഗത്തിറങ്ങിയത് BJPയുടെ IT സെല്ലിൻ്റെ അഖിലേന്ത്യാ കൺവീനർ, ദേശീയ കൺവീനർ അമിത് മാളവ്യ തന്നെയാണ്. അദ്ദേഹം എക്സിലൊരു കുറിപ്പിടുന്നു, ഒരു ചിത്രം സഹിതം. ആ ചിത്രത്തിൽ കാണുന്നത് കുറച്ച് പത്രലേഖകരും ക്യാമറാമാന്മാരും ഒക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി നടന്നു വരുന്ന ഒരു ചിത്രമാണത്. അതുപോലെ തന്നെ അതിനോടൊപ്പം കൊടുത്ത കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് ഇതൊരു വലിയ നാടകമായിരുന്നു എന്നാണ്. ഈ കൂടിക്കാഴ്ച, ഈ കൂടിക്കണ്ടത് ശരിക്കുള്ള തൊഴിലാളികളെ അല്ലത്രേ. അവർ റെയിൽവേ ജീവനക്കാരല്ല, അവർ പുറത്തു നിന്നുള്ളവരാണ്, അവർ പ്രൊഫഷണൽ നടന്മാരാണ്, അവരെയാണ് രാഹുൽ ഗാന്ധി കണ്ടത് എന്നായിരുന്നു അമിത് മാളവ്യയുടെ എക്സിലെ പോസ്റ്റിൻ്റെ രക്തച്ചുരുക്കം. പിന്നെ സോഷ്യൽ മീഡിയയിൽ പൊടിപുരമായിരുന്നു. ഈ BJPയുടെ സൈബർ ഗുണ്ടകൾ അല്ലെങ്കിൽ സൈബർ പോരാളികൾ വെട്ടുക്കിളികളെപ്പോലെ അങ്ങോട്ട് പറന്നിറങ്ങുകയായിരുന്നു. അവർ അമിത് മാളവ്യയുടെ ട്വീറ്റ് ഏറ്റെടുത്തു, അതങ്ങനെ പ്രചരിപ്പിച്ചു, വൈറലാക്കി. ഒപ്പം കൂടുതൽ ഭാവനാപൂർണമായ കഥകൾ അവരുടേതായിട്ട് ചമയ്ക്കുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കഥ, രാഹുൽ ഗാന്ധി ഈ തൊഴിലാളി പ്രതിനിധികളെ കണ്ടത് പഴയ ബീഹാർ മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയുമായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ ഉപദേശപ്രകാരമാണത്രേ. ഈ ലാലു പ്രസാദ് യാദവിനെ ഈ പോസ്റ്റുകളിലൊക്കെ ഭീകര കൊള്ളക്കാരനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം റെയിൽവേയിലെ മന്ത്രിയായിരുന്നുകൊണ്ട് റെയിൽവേയുടെ ഉള്ളുകളികളൊക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് രാഹുൽ ഗാന്ധി ഇവരെ കണ്ടത്. അത് വെറുതെ കണ്ടതല്ല, ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. അതാണ് നമുക്കാർക്കും അത് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. BJPക്കാർക്ക് മാത്രം ഒരു പ്രത്യേക സിദ്ധി കാരണം കിട്ടുന്ന ചില വെളിപാടുകളാണ് അതൊക്കെ. അതിൻ്റെ ഈ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനടക്കം രാഹുൽ ഗാന്ധിക്കൊക്കെ, ഇന്ത്യ മുന്നണിക്ക്, പ്രതിപക്ഷത്തിന് എത്രയും പെട്ടെന്ന് മോഡി സർക്കാരിനെ താഴെ ഇറക്കണം. അതിനവർ കണ്ടുപിടിച്ചിരിക്കുന്ന ബുദ്ധി ഒരു റെയിൽവേ സമരം അഖിലേന്ത്യാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക. ഈ ചില ട്വീറ്റുകളിലും പോസ്റ്റുകളിലും പറയുന്നത് ഇത് നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെ കുബുദ്ധിയാണെന്നാണ്. എന്തായാലും അങ്ങനെ ഒരു റെയിൽവേ സമരം വന്നു കഴിഞ്ഞാൽ അത് വളരെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. കാരണം ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാൻ, രാജ്യത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിക്കുന്നതിന് ഒരു റെയിൽവേ സമരത്തിന് സാധിക്കും. അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ജോർജ് ഫെർണാണ്ടസ് ഈ റെയിൽവേ സംഘടനകളുടെ, യൂണിയനുകളുടെ
നേതാവായിരിക്കുന്ന സമയത്ത് ഒരു അഖിലേന്ത്യാ പണിമുടക്കുണ്ടായി. ആ പണിമുടക്ക് ഇന്ത്യയെ വല്ലാതെ ശ്വാസം മുട്ടിക്കുക തന്നെ ചെയ്തു. അതുപോലെ ഒരു സമരമുണ്ടാക്കി രാജ്യത്തെ ശ്വാസം മുട്ടിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി അങ്ങനെ മോഡി സർക്കാരിനെ രാജിവെപ്പിക്കുക. അത് സ്വാഭാവികമായിട്ടും അവർക്കങ്ങനെ ചിന്തിച്ചു പോകും. കാരണം അന്നത്തെ ഈ സമരത്തിന് പിന്തുണ നൽകിയവരൊക്കെയാണ് ഇപ്പോൾ ഈ ഭരണ മുന്നണിയിലുള്ളത്. ഈ കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞ ഉടനെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ നോർത്തേൺ റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഒരു പത്രക്കുറിപ്പ് ഇറക്കി. അതിൽ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധിയെ കണ്ട ഈ തൊഴിലാളി പ്രതിനിധികളിൽ ഡൽഹി ഡിവിഷനിലെ ആരും ഇല്ല, അവിടെ നിന്ന് ആരും ഇതിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളൊരു പത്രക്കുറിപ്പ്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് അമിത് മാളവിയയും മറ്റ് BJP സംഘപരിവാർ ഹാൻഡിലുകളും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കഥകൾ മെനഞ്ഞത്. ഈ ഡൽഹി ഡിവിഷനിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലാളി പ്രതിനിധികൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം നമുക്കറിഞ്ഞുകൂടാം. പക്ഷേ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തന്നെ, എക്സിലും ഇൻസ്റ്റാഗ്രാമിലും നൽകിയ പോസ്റ്റിൽ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സോണുകളിൽ നിന്നുള്ള 50 തൊഴിലാളി പ്രതിനിധികളാണ് എന്നെ വന്ന് കണ്ടതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. അതിലൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. അവിടുത്തെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ഡെലിഗേഷൻ, തൊഴിലാളികളുടെ ഒരു പ്രതിനിധി സംഘം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ പോവില്ലേ? ക്യാമറാമാന്മാർ പോവില്ലേ? ചാനലുകളുടെ ക്യാമറാമാന്മാരും ലേഖകന്മാരും അത് കവർ ചെയ്യാൻ പോവില്ലേ? അതിലെന്താണ് ഇത്ര വലിയൊരു അത്ഭുതകരമായിട്ടുള്ളത്? അമിത് മാളവിയയുടെ ട്വീറ്റിൽ ഇതെന്തോ ഒരു വിശേഷപ്പെട്ട സംഭവമായിട്ട് കാണിച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞിരുന്നത് 8 ക്യാമറാമാന്മാരും ഒരു സംവിധായകനും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ഇതെന്നാണ്. അവരവരുടെ ജോലിക്ക് പോയതാണ്. ഈ കൂടിക്കാഴ്ചയുടെ ചിത്രം അവർക്ക് എടുക്കേണ്ടിയിരുന്നു, അതിൻ്റെ വാർത്ത അവർക്ക് കൊടുക്കേണ്ടിയിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളും, ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മുഴുവൻ പത്രങ്ങളും ചാനലുകളും വന്നത് റിപ്പോർട്ട് ചെയ്തതാണ്. അവർ സംസാരിച്ചത് എന്താണെന്ന്, അവരേത് വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്, ഇതെല്ലാം ഈ പത്രങ്ങൾ പിറ്റേ ദിവസം കൊടുത്തിരുന്നതാണ്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടികളിൽ പത്രപ്രവർത്തകർ പങ്കെടുക്കരുത്, ക്യാമറമാന്മാർ പാടില്ല, അത് റിപ്പോർട്ട് ചെയ്യരുത്, അങ്ങനെ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു അലിഖിത നിയമം നിലവിലുണ്ടായിരുന്നു. ഒരാളുടെ ഫിഗർ, ഫുൾ ഫിഗർ, അത് മതി, അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ സംഗതികൾ ഒത്തിരി മാറിപ്പോയി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന അന്ന് മുതൽ ഈ ഒരാളുടെ ഫിഗർ, ഫുൾ ഫിഗർ എന്നുള്ള ചട്ടം റദ്ദായി പോയതാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഒടുവിൽ രാഹുൽ ഗാന്ധിക്കെതിരായി നടന്ന ഈ പ്രചാരണം, കള്ളപ്രചാരണം തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞു. മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തു. ഇതിനെതിരായിട്ട് അദ്ദേഹം കണ്ടത് റെയിൽവേ തൊഴിലാളികളെ അല്ല എന്നൊരു ആരോപണം സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ചില ഫാക്ട് ഫൈൻഡിങ് ഏജൻസികൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതിലെല്ലാം വ്യക്തമായത് രാഹുലിൻ്റെ ഈ കൂടിക്കാഴ്ചയ്ക്ക് എതിരായിട്ടുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നാണ്. ഇത് വാസ്തവത്തിലൊരു ചെറിയ സംഭവമായിട്ട് നമുക്ക് വേണേൽ കാണാം. പക്ഷേ ഇത് BJPക്കും സംഘപരിവാരത്തിനും ഇനി വരാനിരിക്കുന്ന ധാരാളം അക്കിടികളുടെ ഒരു തുടക്കമാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ സത്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഇത് വിഷയമാക്കിക്കൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ഭയന്നു കഴിയുന്ന ഒരു സർക്കാരാണ് മോദിയുടേതെന്ന് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമാവുകയാണ്. പ്രതിപക്ഷ നേതാവ് 50 തൊഴിലാളി യൂണിയനുകളെ കണ്ടപ്പോഴേക്കും എന്തോ ഒരു വലിയ സമരം വരാൻ പോകുന്നു, ആ സമരത്തിൽ ഞങ്ങളുടെ സർക്കാർ വീണുപോകും, അത്രയ്ക്കേ ഉള്ളൂ സർക്കാരിൻ്റെ അടിത്തറയുടെ ഉറപ്പ്. ആ ഒരു വേവലാതിയാണ് സംഘപരിവാരത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത്. ഒരു റെയിൽവേ പണിമുടക്ക് നടന്നാൽ തന്നെ താഴെ വീഴാൻ മാത്രമേ ഉള്ളൂ ഈ സർക്കാരെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി തീരുമാനിച്ചാൽ അങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്ന് അവർക്കറിയാം. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭീതിയാണ് ഇത്തരത്തിലുള്ള വ്യാജ കള്ള പ്രചരണങ്ങൾക്ക് ഈ സംഘപരിവാരത്തിനെ പ്രേരിപ്പിക്കുന്നത്. അവർ ഭയന്ന് തന്നെ ഇരിക്കുകയാണ്. ഭയന്നാണ് കഴിയുന്നത് എന്ന് നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കുന്നുമുണ്ട്. ബജറ്റ് പ്രസംഗം നോക്കിയാൽ മതിയല്ലോ. അതിൻ്റെ
ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകിയ തുക, അവർക്ക് അനുവദിച്ച പദ്ധതികൾ, ഫണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ മതി. ഈ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്ന 2 കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും എത്ര കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്? ഭരണഘടനയിൽ എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യ സമീപനം വേണമെന്നാണ് പറയുന്നത്. അതുപോലും അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അതുപോലും കണക്കിലെടുക്കാതെയാണ് സ്വന്തം കസേര നിലനിർത്തുന്നതിന് ഈ രീതിയിൽ ബജറ്റിനെ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ആന്ധ്രയിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡുവും ബീഹാറിൽ നിതീഷ് കുമാറും ഒന്ന് ഉറക്കെ ചുമച്ചാൽ മതി. നമ്മുടെ പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമൊക്കെ ഭയം കൊണ്ട് വയറ്റിളക്കമുണ്ടാവും. അതാണ് സ്ഥിതി. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെയും ഈ 56 ഇഞ്ച് ഭരണകൂടം ഭയപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നു, ആളുകളെ കാണുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അതിൽ ഇടപെടുന്നു, തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായിട്ട് സംവദിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അത് പാർലമെൻറ്റിൽ ഉന്നയിക്കാം എന്ന് പറയുന്നു. പാർലമെൻറ്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ പോലും ഇപ്പോൾ ഭരണകക്ഷിക്ക്, BJPക്ക് പേടി സ്വപ്നമാണ്. അവരുടെ നെഞ്ചകം തകർത്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ ദിവസവും പാർലമെൻറ്റിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഹൗസ് ഫുള്ളാണ്, ലോക്സഭ നിറഞ്ഞിരിക്കും. അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം. അതിനുവേണ്ടി സകല BJP ഭരണകക്ഷി നേതാക്കളോടും വരാൻ പറയും. അവരുടെ ജോലി പിന്നെ രാഹുൽ ഗാന്ധി എഴുന്നേറ്റാലുടനെ കൂവാൻ തുടങ്ങുകയാണ്, ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് അവരെല്ലാവരും ഹാജരായിരിക്കും. മറുഭാഗത്ത് രാഹുൽജി പ്രസംഗിക്കുമ്പോൾ അവരുടെ മുന്നണി, അവരുടെ പാർട്ടി, കോൺഗ്രസ്, ഇന്ത്യ മുന്നണി, അവരെ പിന്തുണയുമായിട്ടെത്തും. അങ്ങനെ പാർലമെൻറ്റ് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ മോദി പ്രസംഗിക്കുന്നതിനേക്കാളും ഹൗസ്ഫുള്ളായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ലോക്സഭയിലെ വളരെ സവിശേഷമായൊരു സാഹചര്യം. ചുരുങ്ങിയ ദിവസം കൊണ്ട് വളരെ സമർത്ഥനായ ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വളർന്നുവെന്നാണ് പാർലമെൻറ്റിലും പുറത്തുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ട എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. ഒരുപക്ഷെ ഗവൺമെൻറ് വിചാരിച്ചത് സർക്കാർ കൊടുക്കുന്ന ഔദ്യോഗിക വസതിയിൽ ഉണ്ടുറങ്ങി അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായി അഭിനയിച്ച് കഴിയും എന്നാണ്. അദ്ദേഹത്തിന് വീട് കൊടുത്തിട്ടില്ല, കൊടുക്കുമല്ലോ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ സജീവമായി ഇടപെടുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ രാഹുൽ ഗാന്ധിയിൽ ഇവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ലോക്സഭയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സദാ ശ്രദ്ധാലുവാണ് എന്നുള്ളതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങളുടെ പെർഫോമൻസ്, പ്രകടനം എങ്ങനെയാണെന്ന് സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ, ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഈയിടെ കേട്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ലോക്സഭാംഗങ്ങൾക്കൊരു ക്ലാസ് തന്നെ എടുത്തു എന്നാണ്. രാഹുൽ ഗാന്ധി ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന ശൈലി തന്നെയാണ് ഒരു നല്ല പ്രതിപക്ഷ നേതാവിന് വേണ്ടത്. പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ പിന്നാലെ സദാസമയവും ഉണ്ടായിരിക്കണം. അവരുടെ വീഴ്ചകൾ, അവരുടെ പരാജയങ്ങൾ അപ്പം മനസ്സിലാക്കാനും എണ്ണിപ്പറയാനും അത് രാജ്യത്തിൻ്റെ മുമ്പിൽ വയ്ക്കാനും സർക്കാരിനെ കൊണ്ട് അതൊക്കെ തിരുത്തിക്കാനും പ്രതിപക്ഷത്തിന് കഴിയണം. അതാണ് നല്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലി. ബ്രിട്ടനിലൊക്കെ ഒരു ഷാഡോ ഗവൺമെൻറ് തന്നെയുണ്ട്. അവിടുത്തെ രീതി അതാണ്. ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ലേബർ പാർട്ടി പ്രതിപക്ഷത്ത് അവരൊരു ഷാഡോ ഗവൺമെൻറ് ഉണ്ടാക്കും. ഒരു ഷാഡോ പ്രധാനമന്ത്രി, ധനകാര്യങ്ങൾ നോക്കുന്ന ഒരു നിഴൽ മന്ത്രി, അതുപോലെ തന്നെ വ്യവസായം അല്ലെങ്കിൽ കൊമേഴ്സ്, അങ്ങനെ ഓരോരോ വകുപ്പുകൾക്ക്, വിദ്യാഭ്യാസത്തിന് എല്ലാ വകുപ്പുകൾക്കും ഒരു ഷാഡോ മന്ത്രി ഉണ്ടായിരിക്കും. ആ ഷാഡോ മന്ത്രിയുടെ അല്ലെങ്കിൽ നിഴൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുമാണ് ആ വകുപ്പിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ മുഴുകുക. സർക്കാരിന് വീഴ്ച സംഭവിക്കുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ഇതാണ് ബ്രിട്ടനിലൊക്കെ നടക്കുന്ന ജനാധിപത്യ രീതി. നമുക്കിവിടെ അത്തരത്തിലുള്ള സങ്കല്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും. പക്ഷെ നിലവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ
ഏതാണ്ട് ഈ ശൈലി അനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് മോഡി സർക്കാരിൻ്റെ കീഴിൽ സങ്കടപ്പെടുകയും അല്ലെങ്കിൽ ദുരിത ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും കൂടുമ്പോൾ അവർ വല്ലാതെ ഭയാശങ്ക ഉള്ളവരായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നേരിടാൻ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളുമായിട്ട് സംഘപരിവാരം രംഗത്ത് വരുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മൂന്നാം മോദി സർക്കാരായിട്ടും രാഹുൽ ഗാന്ധിയെ നേരിടാൻ അവരുടെ പക്കൽ നവീനമായ ആയുധങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു പഴയ സ്റ്റൈലിൽ നിൽക്കുക, പഴയ യുദ്ധതന്ത്രങ്ങളാണ്. അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുക, അദ്ദേഹത്തെ പരിഹസിക്കുക, അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കള്ളക്കഥകൾ, നട്ടാൽ കുരുക്കാത്ത കള്ളക്കഥകൾ, അത്തരം എത്രയോ കഥകളെ നേരിട്ടാണ്, അല്ലെങ്കിൽ ആരോപണങ്ങളെ നേരിട്ടാണ്, കള്ളപ്രചാരണങ്ങളെ നേരിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ വരെ എത്തിയത് എന്ന് അവർ ഓർക്കുന്നില്ല. ഇതിൽ നിന്നൊക്കെ പാഠം പഠിച്ച രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. പഴയ അടവുകളും അഭ്യാസങ്ങളും ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല. അതായത് തൃശ്ശൂർ പൂരത്തിന് കമ്പക്കെട്ട് ഒരുക്കുന്നവനെ ഓലപ്പടക്കം കാണിച്ച് ഭയപ്പെടുത്താൻ സാധിക്കുമോ? ഈ സംഘപരിവാരത്തിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവരുടെ മനസ്സ് വളരെ പ്രാചീനമാണ്, പ്രാചീന കാലത്തെ മനസ്സാണ്. നമുക്കറിയാം അവരെ നന്നായിട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ സ്വത്തും പണവും കൈവശപ്പെടുത്തി അത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ പാർട്ടിയാണിത്. അതുപോലെ തന്നെ ഞാൻ ദൈവമാണ് എന്ന് നാട്ടുകാരോട് വീരസ്യം പറഞ്ഞ ടീംസാണ്. അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾക്കപ്പുറത്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.